നമസ്കാരം. ദിവ്യ എസ് അയ്യരെ പോലെ കെ ഗോപാലകൃഷ്ണനെതിരെയും നടപടി എടുക്കില്ല എന്ന പിണറായി സർക്കാരിന്റെ നിർദ്ദേശം ഇതോടുകൂടി തെളിഞ്ഞു കഴിഞ്ഞു. ദിവ്യ എസ് അയ്യർക്കെതിരെയും അതേ പരിഗണന തന്നെയാണ് ഗോപാലകൃഷ്ണനെതിരെയും കൊടുത്തിരിക്കുന്നത്. കേസെടുക്കരുതെന്ന് പിണറായി സർക്കാരിന്റെ നിർദ്ദേശം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. കേസെടുത്താൽ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കുകയും വേണം. കുറ്റം ഗുരുതരമാണ് കെ ഗോപാലകൃഷ്ണൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ അടക്കമുള്ളവ നീട്ടേണ്ടി വരും. ചിലപ്പോൾ ഡിസ്മിസൽ വരെ ആകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാം. സസ്പെൻഷനിലുള്ള IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ സർക്കാരിന് ഇപ്പോൾ താല്പര്യക്കുറവാണ്. അനുകൂല നിയമോപദേശം കിട്ടിയിട്ടും പോലീസിന് കേസെടുക്കാൻ താല്പര്യമില്ല. മതപരമായ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും കേസെടുക്കാൻ പോലീസ് ഇപ്പോൾ കൂട്ടാക്കുന്നില്ല. തെളിവൊന്നും ഇല്ല എന്നാണ് പോലീസിന്റെ തീയതി. ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങളൊന്നും തന്നെ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുക്കാതിരുന്നത്. എന്നാൽ ഗോപാലകൃഷ്ണൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. മതത്തിനെ കൂട്ടിക്കലർത്തി ജോലിയിൽ. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയത്. മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ ഗ്രൂപ്പ് തുടങ്ങിയതിനാൽ കേസെടുക്കാമെന്നാണ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖാന്തരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ നിയമോപദേശം. എന്നാൽ രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയുള്ള നിയമോപദേശമാണിതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു IAS ഉദ്യോഗസ്ഥന് ഒരിക്കലും മതത്തെ വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പാടില്ല. അതായത് മതത്തെ രണ്ടായി കാണാൻ പാടില്ല എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് വീണ്ടും നിയമോപദേശം തേടും. മതത്തിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് IAS ചട്ടലംഘനമാണെന്ന വാദം ശക്തമാണ്. ഇതാണ് നിയമോപദേശത്തിലും അന്വേഷിക്കാം. നിയമോപദേശം ലഭിച്ചിട്ടും ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാതിരിക്കാനുള്ള വഴിയാണ് പോലീസ് തേടുന്നത്. ഗ്രൂപ്പ് തുടങ്ങിയതിൽ മാത്രമല്ല, തെളിവുകൾ നശിപ്പിച്ചതിനെ സംബന്ധിച്ചും കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. കൊല്ലം DCC സെക്രട്ടറി ഫൈസൽ കുളപ്പാടം നൽകിയ പരാതിയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിയമോപദേശം തേടിയത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നായിരുന്നു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഗോപാലകൃഷ്ണന്റെ പരാതി. ഫോണുകൾ ഫോർമാറ്റ് ചെയ്തതാണ് പോലീസിന് കൈമാറിയത്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ സസ്പെൻഷനിലായ IAS ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച കേരള എംപവർ സൊസൈറ്റി അതായത് ഉന്നതിയുടെ CEO ആയി ചട്ടം ലംഘിച്ചെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. മന്ത്രി കെ രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഗോപാലകൃഷ്ണന്റെ ഫയൽ നീക്കം നടന്നത്. ദ്രുതഗതിയിലാണ് ആരും അറിയാതെ പെട്ടെന്ന് ആ ഫയലുകൾ ചാടി മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത്. മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും അറിയിക്കാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ജയതിലക് മുൻകൈയെടുത്തെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് തെളിവുകൾ പുറത്തു വന്നിരുന്നു. പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ തിരക്കിലായിരുന്നതിനാൽ ഇതൊന്നും തന്നെ മന്ത്രി അറിഞ്ഞതുമില്ല. കെ ഗോപാലകൃഷ്ണനെ ഉന്നത CEO ആക്കി ഉത്തരവിറക്കിയതാണ് അവസാനത്തെ ഏറ്റവും കരിനീക്കങ്ങൾ. തെരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്ന മന്ത്രി ഇക്കാര്യം അറിഞ്ഞില്ല എന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണനെതിരെ പോലീസ് നടപടിയെടുത്തില്ല. ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർവീസ് ചട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മതവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ മതം കലർത്താനോ മതവുമായി ബന്ധപ്പെട്ട് ഒരു വർഗീയ ചേരിതിരിവിന് പോകാനോ പാടില്ല എന്നത് സർവീസിന്റെ റൂൾ ഓഫ് ബിസിനസിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും മതത്തിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവിടെ മതത്തിന്റെ പേര് പറഞ്ഞൊരു വർഗീയ പരാമർശം സൃഷ്ടിക്കാനോ പാടില്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വാട്സപ്പ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഗോപാലകൃഷ്ണനെയും ദിവ്യ എസ് അയ്യരെയും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ദിവ്യ എസ് അയ്യർ എല്ലാ നിയമത്തിനും, അതായത് IASന്റെ സകല ചട്ടങ്ങളും ലംഘിച്ചാണ് മുൻ മന്ത്രി രാധാകൃഷ്ണനായിട്ട് ആരെങ്കിലും ചെയ്യുന്ന ഫോട്ടോസ് സഹിതം പുറത്തേക്ക് വന്നിട്ട് സർക്കാർ അതിനെതിരെ ഒരു നടപടിയും എടുത്തില്ല. പക്ഷെ പ്രശാന്ത്, ഒരു ജയതിലക് എന്ന് പറഞ്ഞ വ്യക്തി, IASന്റെ മുതിർന്ന IAS ആയ ജയതിലക് അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ തന്നെയാണ് പ്രശാന്ത് തുറന്നു തന്നെയാണ് പറഞ്ഞത് ജയതിലക് കുഴപ്പക്കാരനാണെന്ന്. പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാതി നേരെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ നടത്തിയത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യമായതിനാൽ ഗോപാലകൃഷ്ണന്റെ പുറകെ ദിവ്യ എസ് അയ്യർക്കെതിരെയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ പരാതികൾ കൊടുക്കാതിരിക്കില്ല. എന്തായാലും അവസാനം സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് ബ്യൂറോക്രാറ്റ്സുകളുടെയും തൊപ്പി നിറയ്ക്കുമെന്ന് തന്നെയാണ്. അവസാനം ഇത് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് തന്നെയാണ് ഈ കാര്യം എത്തേണ്ടത്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വെറുതെ അതായത് പുറത്താക്കണമെങ്കിൽ, സസ്പെൻഷൻ അല്ല പുറത്താക്കണമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ഡിസ്മിസൽ ഓർഡർ അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് രാഷ്ട്രപതിയുടെ അവസാനം രാഷ്ട്രപതിയാണ്
ഇതിൽ ഒപ്പുവെക്കുന്നത് ഇയാളെ ഡിസ്മിസ് ചെയ്യാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.